എല്ലാരും എന്നോട് പറഞ്ഞതാ പണക്കാരെ വിശ്വസിക്കരുതെന്ന്. എന്നിട്ട് ഞാൻ വിശ്വസിച്ചു. അതിനിപ്പോ ഞാനെന്ത് തെറ്റാ ചെയ്തേ? ഭാര്യക്ക് സുഖാണോ? ഓ ഭാര്യ. അയ്യോ അത് മച്ചാൻ കിട്ടിയ പെണ്ണാ. എടി മണ്ടി, എന്റെ അച്ഛന്റെ അമ്മയുടെ മുൻപിൽ മാത്രമേ അവളെന്റെ ഭാര്യയായിട്ടുള്ളൂ. എല്ലാരും പറയണത് ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞു. തൽക്കാലം അങ്ങനെ പറഞ്ഞോട്ടെ. നീ വിശ്വസിക്കാതിരുന്നാ മതി. എനിക്ക് ഇതിനൊക്കെ കൂട്ടുന്നത് നിനക്ക് വേണ്ടിയാ. ഇനി വൈകിക്കില്ല. അച്ഛനറിയും മുമ്പ് നമ്മുടെ കല്യാണം നടത്തണം. മച്ചാനോടൊന്ന് സംസാരിക്കട്ടെ. ബാലകൃഷ്ണ, എന്തോ ആ വണ്ടി ഒന്ന് കഴുകിയിട്. ഓ മച്ചാനെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഒന്നും പറയണ്ട, ഈ പണിയോടെ ഞാൻ ചെയ്യാം. എന്താണ് നോക്കിക്കുന്നത്? വണ്ടി അങ്ങോട്ട് കഴിയടാ. ലക്ഷ്മി ലക്ഷ്മി, അവിടെ അങ്ങോട്ട് കഴിയേ, നല്ലോണം കഴിയേ. മച്ചാനെ, ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഇപ്പൊ തിരിച്ച് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ചെയ്യാം. ചെന്താമരയുടെ കാര്യം അച്ഛനോട് പറയാൻ എനിക്കൊരു വഴി പറഞ്ഞു തരണം. ഈ വഴി നേരെ പോയാ പെരുവഴി എത്തും. ഈ സഹായം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചു. അത് ശരി, ഇപ്പൊ കാര്യം മാറാണല്ലേ? ഒരു കാര്യം ചെയ്യാം, എല്ലാം തുറന്നു പറയാം. അതറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛന്റെ പ്രതികരണം എന്തായിരിക്കും നീ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. അച്ഛന്റെ അല്ല, ലക്ഷ്മിയുടെ. ഇനിയും നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യം ലക്ഷ്മിയെ തുറന്നു പറയും. മണ്ടത്തരം കാണിക്കാതെ. പിന്നെ എന്താ ചെയ്യാ? ചെയ്യാം. എടാ, അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ നിന്റെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നീ ആരെ കെട്ടിയാലും ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞ രഹസ്യമായിട്ട് കല്യാണം കഴിച്ച് ചെന്താമരെ ഈ വീട്ടിലോട്ട് കയറ്റണം. എങ്ങനെ? എന്റെ ഭാര്യയായിട്ട്. പിടിക്കോ? ഏയ്, ഞാൻ അത്രക്കാരനല്ല. അതല്ല അച്ഛൻ. നിന്റെ അച്ഛൻ അത്രക്ക് വൃത്തിയിട്ടാണോ? തമാശ കളിക്കരുത്. അച്ഛനീ കള്ളക്കളി കണ്ടുപിടിക്കുമെന്ന്. പിടി കൊടുക്കാൻ നോക്കാം. പിന്നെ പിടിച്ചാൽ തന്നെ ലക്ഷ്മിയെ മരുമകളായി സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച നിന്റെ അച്ഛൻ ചെന്താമരെ അംഗീകരിച്ചോളാം. ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാടാ.